ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കൂന്തൾ വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കൂന്തളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. കൂന്തൽ റോസ്റ്റിന് പാകത്തിനുള്ള പീസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളും ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂന്തൽ മുഴുവൻ ഞാൻ വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കാന്താരി മുളകാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കത് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ കഷ്ണത്തിലേക്ക് ആകുന്നിടം വരെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ഫുള്ള് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം വറുത്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഫിഷും കൃത്യമായിട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ കയ്യിൽ തെറിക്കാതെ ശ്രദ്ധിച്ചിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവണത്തേക്കുള്ള എല്ലാ ഫിഷും ഞാൻ ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക മണമായിരിക്കും അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനിയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് എടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫിഷും കൂടി ഇതേപോലെ തന്നെ ഇട്ടിട്ട് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. ഇനി നമ്മൾ ഈ കണവ റോസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയില്ലേ അതിൽ കുറച്ച് ചൂട് ചോറിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.